കഴിഞ്ഞ ആദ്യത്തെ സീസണുകളിലൊക്കെ നമ്മൾ വിചാരിക്കും PR വർക്കേഴ്സ് എന്നല്ല, PR എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും PR എന്തോന്ന് PR അങ്ങനെയൊന്നുമില്ല, ചുമ്മാ ഈ സോഷ്യൽ മീഡിയ ആവശ്യമില്ലാത്ത യൂട്യൂബേഴ്സ് ഇങ്ങനെ കിടന്ന് പറയുന്നതാണെന്ന് ഞാനൊക്കെ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നീട് നമ്മൾ എന്നിട്ടും എനിക്ക് വിശ്വസിക്കാനായിട്ട് പറ്റാത്തൊരവസ്ഥയായിരുന്നു. PR ഉണ്ട്, PR-കാരെ കൊണ്ട് എന്താണ് ചെയ്യാൻ പറ്റുക എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പം എനിക്ക് 100% മനസ്സിലായി, ഈ രേണു സുധിക്ക് PR വർക്കേഴ്സ് വന്ന് നമ്മളെ കൂട്ടമായിട്ട് ആക്രമിക്കുകയാണ്. കാരണം ഒരു വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത കുറെ എണ്ണം വന്നിട്ട് ചുമ്മാ ഘോരം പറയുകയാണ്. എന്താണ് പറയുന്നത്? അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ എന്താണ് പറഞ്ഞു വരുന്നത് വെച്ചാൽ, രേണു സുധിയുടെ കുറെ PR വർക്കേഴ്സ് നമ്മളെ വളരെ മോശമായിട്ട് പറയുകയാണ്. പിന്നെ അതുപോലെ ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ട് കുറച്ച് 2-3 ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. രേണു സുധി പ്രൊഫഷണൽ ലൈഫിനെ കുറിച്ച് ബിഗ് ബോസ് ഷോയിൽ പറഞ്ഞതിനെ കുറിച്ചിട്ടാണ് ഞാൻ വീഡിയോ ഇട്ടത്. അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രൊഫഷണൽ ലൈഫ് എന്ന് പറഞ്ഞപ്പോൾ രേണു സുധി പറഞ്ഞത് എന്താണ്, ഞാൻ BSc നഴ്സിംഗ് എന്ന് പറഞ്ഞില്ല, നഴ്സിംഗ് ഞാൻ 1.5 വർഷം ബാംഗ്ലൂർ പഠിച്ചു, 1.5 വർഷം നഴ്സിംഗ് പഠിച്ചു. അപ്പൊ അതിനു മുമ്പ് തന്നെ ലാലേട്ടന്റെ പറയാൻ കാര്യം, ലാലേട്ടന്റെ എപ്പിസോഡിൽ ഒരേ ഒരാഴ്ച നിന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ലാലേട്ടൻ ചോദിച്ചു എന്താണ് പോകണമെന്നുണ്ടെങ്കിൽ പൊക്കോ. അപ്പൊ പറയാം ഞാൻ ഹോസ്റ്റലിൽ നിന്നിട്ടില്ല എന്ന്. അപ്പൊ ഹോസ്റ്റലിൽ നിന്നിട്ടില്ല എന്ന് പറഞ്ഞ ആള് 1.5 വർഷം ഹോസ്റ്റലിൽ നിന്ന് വാർഡനാണ് ശനിയാഴ്ച ഔട്ടിങ്ങിന് കൊണ്ടുവന്നത്. അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ഇതിനെ ബേസ് ചെയ്ത് നമുക്ക് സംസാരിക്കേണ്ടതായിട്ട് വന്നു. അപ്പൊ ഒരിക്കലും എവിടെയും രേണു സുധി എന്ന് പറയുന്ന ആള് ഡിപ്ലോമ നഴ്സിംഗ് ജനറൽ നഴ്സിംഗ് എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിയതിന്റെ കുഴപ്പമാണ്, നിനക്കൊന്നും വേറൊരു പണിയില്ല, നീയൊക്കെ അങ്ങനെയാണ് മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഒരു വ്യക്തി പറയുന്നതിൽ നമുക്ക് കേൾക്കാൻ പറ്റൂ. അപ്പൊ ഈ മനസ്സിലാവാത്ത നീയൊക്കെ പോയി ആദ്യം അവള് പറഞ്ഞ എന്താന്ന് ആദ്യം പോയി കാണും. ഓക്കെ, നീ അല്ലാതെ ഈ പറയുന്ന ആൾക്കാരുടെ മേക്കിട്ട് കയറാതെ എന്തൊക്കെയാണ് നീയൊക്കെ ഈ പറയുന്ന കമന്റ് പറയുന്ന നീയൊന്നും കേട്ടില്ലേ. അവര് പിന്നെ ഡിപ്ലോമ നഴ്സിംഗിനാണ് പോയത്, അവരൊരു എഞ്ചിനീയറിംഗ് ഡിപ്ലോമയ്ക്കാണ് പോയത് എന്ന് പറയുന്ന ആൾക്കാർ പോയിട്ട് അവർ നേരത്തെ ഇട്ടിരിക്കുന്ന വീഡിയോ പോയി കണ്ടിട്ട് വന്നിട്ട് സംസാരിക്കുക, എന്നിട്ട് നമ്മളെ തെറിവിളിക്കാൻ പോകും. അപ്പം നമ്മൾ അതിന് മറുപടി പറയാം കേട്ടോ. അല്ലാണ്ട് വെറുതെ ആവശ്യമില്ലാതെ നമ്മളെ മേക്കിട്ട് കയറാൻ വരരുത്. കാരണം അവർ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഡിപ്ലോമ നേഴ്സ് എന്ന്. പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്കും ആ ഒരു ക്ലിപ്പോ അല്ലെങ്കിൽ അത് അങ്ങനെ പറഞ്ഞിട്ടുള്ള ആൾക്കാർ എനിക്കൊന്ന് കമന്റ് ചെയ്ത് കേട്ടവർ, ഞാൻ കേട്ടില്ല, ഒരിക്കലും ഡിപ്ലോമ നേഴ്സ് എന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ അതുപോലെ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ എഞ്ചിനീയറിംഗ് എന്ന് എവിടെയാണ് പറഞ്ഞത്? IT ആണോ, പൊളിടെക്നിക്കൽ ആണോ? എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന BTech ആണ്. പിന്നെ അല്ലാതെ എഞ്ചിനീയറിംഗ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ ITക്ക് പോവാം, അതുപോലെ തന്നെ പോളിടെക്നിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്. അപ്പൊ ഇതേ കണക്കുള്ള കാര്യങ്ങൾ പറയുന്നത്. അല്ലാണ്ട് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ എഞ്ചിനീയറിംഗ് പഠിച്ച പിള്ളേരെ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് പഠിച്ച ആൾക്കാരെ അവഹേളിക്കുന്നതിന് തുല്യമാണ്. ഞാൻ എഞ്ചിനീയറിംഗ് പോയി, PCM മാത്സ് വേണം, ഈ മാത്സ് ഇല്ലാതെ എവിടെയാണ് എഞ്ചിനീയറിംഗിന് പോയത്? അപ്പൊ എഞ്ചിനീയറിംഗിന് പോയെന്ന് പറയുമ്പോൾ നമ്മളെന്ത് മന്ദബുദ്ധികളാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പം ഇത് കമന്റ് ഇടാൻ വരുന്ന PR-ലെ വിവരമില്ലാത്ത ഏതോ ഒരു PR-ന്റെ തലവനാണ് ഇത് വന്നിരുന്നത് ഇത് കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞാൽ, രേണു സുധിയുടെ PR വർക്ക് ഏറ്റെടുത്തിരിക്കുന്ന വെറും വിവരമില്ലാത്ത ഏതോ ഒരു കഴുതയാണ്, മരക്കഴുതയാണ്, പറയാതിരിക്കാൻ വയ്യ. അല്ലെങ്കിൽ ഒരിക്കലും വന്നിട്ട് ഇങ്ങനെ വന്ന് പറയില്ല. അവര് ഡിപ്ലോമയ്ക്കാണ്